പെട്ടെന്ന് ഉരഞ്ഞു തീരാത്തൊരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് നൈലോണിൻ്റെ. വീഴുന്നാലും ഇതിനെ പറ്റുള്ളൂ, ക്രാഷ് കാർഡിന് പറ്റില്ല. അപ്പോൾ ക്രാഷ് കാർഡിൽ പറ്റാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വെച്ചതെന്ന് വിചാരിക്കേണ്ട കാര്യം. ഇത് ഉരഞ്ഞു തീർന്നാലും ക്രാഷ് കാർഡിൽ ഓരോ വീഴും, അത് വേറെ കാര്യമാണ്. ഹലോ വാട്സ്ആപ്പ് ഗൈസ്, ദിസ് മീ മെക്46. അപ്പോൾ നമ്മൾ കുറേ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ട്, അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡൈ വർക്കാണ്. മീൻസ് നമുക്കിപ്പോൾ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു സെറ്റപ്പ് ചെയ്യാനുള്ള പ്ലാനാണ്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ക്രാഷ് കാർഡിൽ കുറേ പേര് ഈ വീലൊക്കെ വെച്ച് കണ്ടിട്ടുണ്ടാവും. അതായത് സ്കേറ്റിംഗ് ബോർഡിൻ്റെ വീല് ഇവിടെയൊക്കെ വെച്ച് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതേപോലെ തന്നെ എനിക്ക് 2 വീൽസ് കിട്ടിയിട്ടുണ്ട്. ഇത് വന്നിട്ട് റബ്ബർ വീലല്ല, അതായത് നമ്മൾ മീൻസ് ആ സ്കേറ്റിംഗ് ബോർഡിൽ വരുന്ന വീലല്ല, ഇതല്ലാതെ മറ്റേ നമ്മൾ ലെഗിലൊക്കെ കണക്ട് ചെയ്യില്ലേ, അങ്ങനത്തെ നൈലോൺ വീലാണ്. അപ്പോൾ ഈ നൈലോൺ വീൽ വെച്ചാണ് നമ്മളിന്ന് സെറ്റാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഓറഞ്ച് കളറായതുകൊണ്ട് നമ്മൾ ഫുൾ ബ്ലാക്കാണ് തീം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഓറഞ്ച് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഓറഞ്ച് തന്നെ വയ്ക്കാമല്ലേ, എന്നിട്ട് വേണമെന്ന് വെച്ചാൽ പിന്നെ ബ്ലാക്ക് അടിച്ചാൽ മതിയല്ലോ. ഓക്കെ, നമുക്ക് ഓറഞ്ചിനെ സെറ്റാക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ചെയ്ത കാര്യം പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ കണ്ടോ, ഇതിൽ വന്നിട്ട് കുറച്ചും കൂടി തള്ളിയാണ് നിൽക്കുന്നത്. അപ്പോൾ അതിന് പകരം ഞാൻ അത് ഗ്രൈൻഡ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഇപ്പം തന്നെ കാണാൻ പറ്റുന്നത്, ഇപ്പുറത്തും ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് നേരെ ഈ ലെവലിന് പ്രൊജക്റ്റ് ചെയ്താണ് നിൽക്കുന്നത്, ഈ ഭാഗം വന്നിട്ട്. അപ്പം അതൊക്കെ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് ആ 2 വീലും ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലിടാൻ വേണ്ടിയിട്ട് ബോൾട്ടും നെട്ടും വേണം. നീളമുള്ള ബോൾട്ട് കിട്ടിയാൽ അത്രയും നല്ലതാണ്, കാരണം നീളം വേണം, എന്നാലേ നമുക്ക് സെറ്റാക്കാൻ പറ്റൂ. അപ്പം ഇവിടെ ഇടാൻ ഒരു വലിയ വാഷറും ഈ ക്രാഷ് കാർഡിൻ്റെ അകത്ത് വരുമ്പോൾ ഒരു ചെറിയ വാഷറാണ്. അപ്പം നമുക്കത് വീഡിയോയിൽ നേരെ കാണാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ ഗൈസ്, ഈ വീലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം സാധാരണ നമ്മൾ ഈ ഉരുട്ട് വണ്ടിയൊക്കെ ഉണ്ടല്ലോ, അതായത് നമുക്കിങ്ങനെ റോൾ ചെയ്ത് കൊണ്ടുപോകാൻ പോകണം. അതിലെ 2 സാധനങ്ങളാണിത്. നേരത്തെ പറഞ്ഞ തെറ്റിപ്പോയി, ഇതാണ് ആ സാധനം. ഓക്കെ, നമുക്ക് ഡ്രില്ല് ചെയ്യാം. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഹോൾ ലൊക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കാരണം ഡ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോൾ ലൊക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി അടുത്ത് 6ൻ്റെ ബിറ്റ് ഇട്ട് ഇത് അടിക്കണം. ഓക്കെ, അപ്പോൾ അതാ നമ്മൾ 6ൻ്റെ ബിറ്റ് എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഡ്രില്ലിങ് ചെയ്യാം. ഓക്കെയാണ്, അതേപോലെ അപ്പുറ സൈഡും ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ ബഫിംഗ് വീൽ യൂസ് ചെയ്ത് ജസ്റ്റ് ഇതിലുള്ള ബർസൊക്കെ റിമൂവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിന് ഡ്രില്ല് ചെയ്യുമ്പോൾ ഇവിടെ ഹോൾ ഇട്ടുണ്ട്, ഇപ്പുറത്ത് ഹോൾ വലിയായിരുന്നു. അപ്പോൾ ഇവിടെ ഹോൾ ചെയ്യുമ്പം ഇപ്പുറത്ത് കുറേ ഇത് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാണ്. അപ്പോൾ ഗൈസ്, നമുക്ക് ഇതാണ് ബോൾട്ടും നെട്ടും വേണ്ടത്. ഇത് 11ൻ്റെ ബോൾട്ടാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഈ വലിയ വാഷർ ഈ റിങ്ങിൻ്റെ പുറത്തിടും, ഇത് അകത്തിടും. ക്രാഷ് കാർഡിൻ്റെ അകത്ത് ചെറിയ റിങ്ങും അതിൻ്റെ പുറത്ത് വലുത്. അപ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഈ ബോൾട്ട് ഇതിൻ്റെ അകത്തോട്ടിട്ട് കൊടുക്കണം. ഓക്കെ, എന്നിട്ട് ഇത് ഇവിടെ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് പ്രസ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇത് ടൈറ്റ് ചെയ്യാനനുസരിച്ച് അത് ടൈറ്റ് ആയിക്കോളും. അതാണ് എൻ്റെ മെത്തേഡ് വരുന്നത്. ഓക്കെ, എന്നിട്ട് ഈ ചെറിയ വാഷർ ബാക്കിലും ഈ ചെറിയ നട്ട് ബാക്കിലിട്ടു. സംഭവം സെറ്റല്ലേ? ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്യണം, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഹാൻഡ് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് റാച്ചറ്റ് യൂസ് ചെയ്ത് ടൈറ്റ് ചെയ്യാം. ടൈറ്റ് ആക്കിയിട്ടുണ്ട്, അപ്പുറത്തും ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വർക്ക് വരുന്നത്. പക്ഷേ ഇത് നമുക്ക് ബ്ലാക്ക് അടിക്കണോ ഈ ഓറഞ്ച് ഇരിക്കട്ടോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്.
അപ്പം നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും എന്ത് ചെയ്യണമെന്ന്. ഇത് ബ്ലാക്ക് വേണോ ഈ ഓറഞ്ച് ആയിട്ട് തന്നെ ഇരിക്കട്ടെ എന്നൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. ഇത് ഡൈ വർക്കാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന സാധനം വെച്ച് ചെയ്യുന്നതിന് ഡൈ വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ ഒരു വീല് കിട്ടിയതുകൊണ്ട് ഞാൻ ജസ്റ്റ് വെച്ചതേ ഉള്ളൂ. ഇതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഷോ ഓഫ് ഉണ്ട്. പിന്നെ അല്ലാതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വീഴുന്നാലും നമ്മൾ ക്രാഷ് കാർഡ് ഒരഞ്ഞ് പോകത്തേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഇതൊന്ന് നൈലോൺ ഇതായതുകൊണ്ട് ഇത് ജസ്റ്റ് ഒരു ഹോൾഡ് ചെയ്യും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ടാണ് ഈ നൈലോൺ എന്ന് വെച്ചത്. നമ്മൾ സാധാരണ കണ്ടിട്ടുള്ളതാണ് നമ്മൾ ക്രാഷ് കാർഡിൽ നമ്മൾ ആ സ്കേറ്റിംഗ് ബോർഡിൻ്റെ വീല് ഇവിടെയും വെച്ചിരുന്നത്. അപ്പം അതുപോലൊരു ഇൻസ്പയർ ചെയ്തിട്ടാണ് ഞാൻ ഇത് ചെയ്തിട്ടുള്ളത്. ഞാൻ മുമ്പ് വച്ചിട്ടുള്ളതായിരുന്നു എൻ്റെ പഴയ വണ്ടിയിലൊക്കെ. അപ്പോൾ ഇത് കുറച്ചും കൂടെ പെട്ടെന്ന് ഒരഞ്ഞു തീരാത്തൊരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് നൈലോണിൻ്റെത്. വീഴുന്നാലും ഇതിനെ പറ്റുള്ളൂ, ക്രാഷ് കാർഡിന് പറ്റില്ല. അപ്പോൾ ക്രാഷ് കാർഡിൽ പറ്റാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വെച്ചതെന്ന് വിചാരിക്കേണ്ട കാര്യം. ഇത് ഒരഞ്ഞു തീർന്നാലും ക്രാഷ് കാർഡിൽ ഓരോ വീഴും, അത് വേറെ കാര്യമാണ്. അപ്പോൾ ജസ്റ്റ് ഒരു ഷോ ഓഫ് അത്രേ ഉള്ളൂ. പിന്നെ സേഫ്റ്റിയും ഉണ്ട്. ജസ്റ്റ് വീണാലും ഇതിൽ ജസ്റ്റ് നിൽക്കും എന്നുള്ളൊരു വിശ്വാസം അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഓവറോൾ ലുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഇതാണ് അതിൻ്റെ ലുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ലോങ്ങിൽ നോക്കുമ്പോൾ ഈ ഒരു ആംഗിളാണ് വരുന്നത്. ഓറഞ്ച് ഇങ്ങനെ കാണാൻ പറ്റും. അപ്പം ഫുൾ ബ്ലാക്ക് തീം ഉദ്ദേശിച്ചുകൊണ്ട് ഇത് വേണമെങ്കിൽ നമുക്ക് ബ്ലാക്ക് അടിക്കാം. നിങ്ങളെ ഒപ്പീനിയൻ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് കൊള്ളാമല്ലേ, ഓറഞ്ചിനെ ബ്ലാക്ക് വേണമെങ്കിലും ചെയ്യാൻ കുഴപ്പമില്ല, രണ്ടും ചെയ്യാൻ പറ്റും. ലോങ് നോക്കും സ്റ്റീൽ സാധനമല്ലേ. ഓക്കെ, അപ്പോൾ ഗൈസ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ തന്നെ അടിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലേക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ.